ഇന്ന് നല്ല മഴയാണ്. സംസ്ഥാനത്ത് മഴ കനക്കും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. അലക്സ്, മഴ തലസ്ഥാന നഗരിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ടോ? കൊച്ചിയിൽ നല്ല മഴ പെയ്യുന്നു. വടക്കൻ ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എസ് കെ എൻ പറഞ്ഞതുപോലെ ഒരു മഴയുള്ള പ്രഭാതം തന്നെയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പലയിടങ്ങളിലും നേരിയ മഴയുണ്ട്. പക്ഷേ കനത്ത മഴ തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നേരിയ മഴയുണ്ട്, അത് ഇടവിട്ട് ലഭിക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നഗരമേഖലയിലും ഗ്രാമീണ മലയോര മേഖലയിലൊക്കെ മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡാമുകളിലേക്കൊക്കെയുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ നെയ്യാർ ഡാം, അതുപോലെ അരുവിക്കര ഡാമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ കരമനയാറിനും അതുപോലെ നെയ്യാറിനുമൊക്കെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ എൻ, പ്രധാനപ്പെട്ട നിർദ്ദേശം അടുത്ത 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും നിന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ടും ഈ 2 ജില്ലകളിലും മഴയുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഈ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ കനക്കും, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിലുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇടുക്കിയിലും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. 11 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ നാളെ സംസ്ഥാനം ഒട്ടാകെ പരക്കെ വ്യാപകമായി അതിശക്തമായ മഴയ്ക്കോ തീവ്രമായ മഴയ്ക്കോ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുൻകൂട്ടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും അതീവ ശ്രദ്ധയോടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നോക്കിക്കാണുന്നത്. അതുമാത്രമല്ല, ഈ കാലവർഷം കനക്കുമെന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ NDRFൻ്റെ 9 സംഘങ്ങളെ ആവശ്യപ്പെടുകയും ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 സംഘങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വിന്യസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുരന്ത പ്രതികരണ സേനയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും അതുപോലെ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അറബിക്കടലിൽ ശക്തമായ കാറ്റ് മണിക്കൂറിൽ പരമാവധി 45 കിലോമീറ്റർ വരെയോ ചില സമയങ്ങളിൽ അത് 55 കിലോമീറ്റർ വരെയോ ഒക്കെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുത്. കേരള തീരത്തും കർണാടക തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടലേറ്റത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികളും അതുപോലെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. എസ് കെ പ്രധാനമായി ഈ ദിവസങ്ങളിൽ അടുത്ത 3 ദിവസം കേരള തീരത്ത്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ തീരത്ത് ഈ തെക്കു പടിഞ്ഞാറൻ, അതായത് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമാത്രമല്ല, കർണാടക തീരം മുതൽ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ മഴ കനക്കാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്താണെങ്കിലും ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളടക്കം ജാഗ്രതയോടെ ഇരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ് കെ. താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.